ചെന്നൈയിൽ സൈക്ലോൺ വിജൃംഭിച്ചിരുന്ന സമയത്താണ് നമ്മൾ നാട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്നതിന്റെ തലേ ദിവസം ഇത്തിരി വെയിലുണ്ടായിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ മായം വന്നോ വേണോ അങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമയത്താണ് തോന്നുന്നത് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവിടെ കുഴപ്പമില്ലെന്ന് പറയുന്നു. എന്തായാലും മുന്നത്തെ തവണത്തെ പോലെ നമ്മൾ അധികം ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ ഈ സൈക്ലോൺ. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം അത്രയും വൃത്തികെട്ട സ്ഥലത്തു നിന്നൊക്കെയാണ് വെള്ളം ഒഴുകി വരുന്നത് അവിടെ. ഞാൻ തുണിയലക്കാൻ നേരത്ത് മഴയത്തിറങ്ങാൻ വേണ്ടി നല്ല വഴക്കായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ അവൾക്കുള്ള കൊട ചെറുതില്ല. അപ്പൊ എന്റെ കൊട തന്നെ കൊടുത്തിട്ട് അവളെ വെളിയിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് തുണി അലക്കുന്നുണ്ട്. കാരണം തുണി ഉണങ്ങുന്ന കാര്യത്തിലൊക്കെ പാടാണ്. ഡെയിലി തന്നെ അലക്ക് തന്നെ ചെയ്യണം. ഇത് മാമാട്ടിയുടെ ചെന്നൈ മാമനാണ് കേട്ടോ. ഡെയിലി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ മാമാട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും. അത് നമ്മൾ കഴിക്കുകയും ചെയ്യും. മഴ ഇവിടെ തകൃതിയായിട്ട് നടക്കുമ്പോഴേക്കും നമ്മളകത്ത് പാക്കിങ്ങിലായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ വെച്ചിരുന്ന സാരി വരെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കസ്റ്റമൈസ് ചെയ്ത കളറുകളായിരുന്നേ. നാട്ടിലേക്കുള്ളതും പിന്നെ എന്റെ കൂട്ടുകാർക്ക് ചെന്നൈയിലേക്ക് ഉള്ളതും കൂടിയാണ്. എന്തായാലും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ കുറച്ച് കൂടുതൽ കളറുകൾ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കളറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിം റേറ്റിന് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ചെന്നൈയിലെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളത് വെള്ള കവറിലും ബാക്കിയുള്ളത് കറുത്ത കളറിലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നാട്ടിലേക്കുള്ളതാണ് ഒരെണ്ണം നമുക്ക് ചെന്നൈയിലേക്കുള്ള ഓർഡറുമാണ്.